രണ്ട് സിസ്റ്റേഴ്സ് വളരെ ദുരൂഹ സാഹചര്യത്തിൽ തായ്ലൻഡിൽ മരണപ്പെട്ടു. കാനഡയിൽ നിന്ന് രണ്ട് സിസ്റ്റേഴ്സ് വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടി തായ്ലൻഡിൽ പോയി. അവരുടെ പേരൻസിന് ഇവരെ ഒറ്റയ്ക്ക് വിടാൻ കുറച്ച് മടിയായിരുന്നു. കാര്യം വേറെ കൺട്രി എന്തുമാത്രം സേഫ് ആയിരിക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ മക്കൾ കൺവിൻസ് ചെയ്തു ഞങ്ങൾ സേഫ് ആയിട്ട് പോയിട്ട് തിരിച്ചു വരുന്നു. എൽഡർ സിസ്റ്ററിന് 25 വയസ്സും യങ്ങർ ആൾക്ക് 20 വയസ്സുമാണ്. കുറച്ച് വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അങ്ങനെ ഈ സിസ്റ്റേഴ്സ് യാത്രയാകുന്നു. തായ്ലൻഡിലെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിന്റെ മുമ്പേ ഇവർ അടുത്തുള്ള വേറൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഒരു ക്വിക്ക് ബ്രേക്ക് ഉണ്ടായിരുന്നു. അവിടെ അടിച്ചു പൊളിക്കുന്നതിനിടെ ബ്രസീലിൽ നിന്നുള്ള രണ്ട് മെന്നെ ഈ സിസ്റ്റേഴ്സ് പരിചയപ്പെട്ടു. അങ്ങനെ അവരെല്ലാം കൂടെ നല്ല കമ്പനിയായി. വളരെ കോയിൻസിഡന്റലി ഈ രണ്ടാൾക്കാരുടെ ട്രിപ്പ് പ്ലാനിങ്ങിലും നെക്സ്റ്റ് ഡേ അവരും തായ്ലൻഡിൽ പോകുന്നുണ്ട്. അങ്ങനെ ഇനി അവിടെ വെച്ച് മീറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് ഈ ഗ്രൂപ്പ് പിരിയുക. അങ്ങനെ നെക്സ്റ്റ് ഡേ ഈവനിങ് ആയി നമ്മുടെ ഈ രണ്ട് സിസ്റ്റേഴ്സും തായ്ലൻഡിലെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ആദ്യം തന്നെ ഒരു റൂം മൊത്തം ഒന്ന് ഇൻസ്പെക്ട് ചെയ്തു. ക്ലീൻ ബെഡ്റൂം, ബാത്റൂം, അവർക്ക് ഹാപ്പിയായി, എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഇനി അടുത്ത എക്സൈറ്റ്മെന്റ്, നമ്മൾ ഇന്നലെ മീറ്റ് ചെയ്ത നമ്മുടെ ബോയ് ഫ്രണ്ട്സിനെ അവര് ഇന്നിവിടെ മീറ്റ് ചെയ്യാൻ പോവാണ്. ഇവർ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിനടുത്തുള്ള ഒരു ഫേമസ് ബീച്ച് റെസ്റ്റോറന്റ് ആയിരുന്നു ഇവരുടെ മീറ്റിംഗ് സ്പോട്ട് ഡിസൈഡ് ചെയ്തത്. അങ്ങനെ രണ്ടുപേരും ഫ്രഷ് ആയി പാർട്ടിക്ക് പോകാൻ റെഡി ആവുകയാണ്. ഈ എൽഡർ സിസ്റ്റർ ട്രിപ്പിന്റെ ഇടയിലെല്ലാം കാനഡയിലുള്ള പേരൻസിനെ വിളിച്ച് ശരിക്കും അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അവരിപ്പോ എവിടെ, ഏത് റെസ്റ്റോറന്റിലാ, അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷെ അവർ ഈ ബോയ്സിനെ പരിചയപ്പെട്ട കാര്യം മാത്രം അങ്ങ് മറച്ചു വെച്ചു. അതുപോലെ ഇന്ന് ഈ ബീച്ച് റെസ്റ്റോറന്റിൽ അവരെ മീറ്റ് ചെയ്യാൻ പോകുന്ന കാര്യവും ആർക്കും അറിയത്തില്ല. കാര്യം ഓൾറെഡി ഈ ട്രിപ്പ് പോകുന്നതിനോട് പേരൻസിന് വലിയ താല്പര്യമില്ലായിരുന്നു. ഇനി കൂട്ടത്തിൽ വഴി കണ്ട ആൾക്കാരെയൊക്കെ പിടിച്ച് ഫ്രണ്ട്സ് ആക്കി അവരെ മീറ്റ് ചെയ്യാൻ പോകുന്ന കഥയും കൂടെ പേരൻസിനെ അറിയിച്ച് അവരുടെ വറി കൂട്ടുണ്ടാവുന്നതാണ് ഇവർ വിചാരിച്ചത്. എന്തായാലും രണ്ടുപേരും കുളിച്ചൊരുങ്ങി ഹാപ്പി ആയിട്ട് പാർട്ടിക്ക് പോയി. അപ്പോൾ ഓൾറെഡി ആ ബീച്ച് റെസ്റ്റോറന്റിൽ നമ്മുടെ ബോയ് ഫ്രണ്ട്സ് ഇവരെയും വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ പാർട്ടി ഓൺ, ലൗഡ് മ്യൂസിക്, ഡാൻസ് ഫ്ലോർ, അങ്ങനെ ഒരു സൂപ്പർ വൈബിംഗ് സ്പോട്ട്. അങ്ങനെ അവിടെ വെച്ച് ഈ ബോയ്സ് ഇവർക്ക് ഒരു സ്പെഷ്യൽ ബക്കറ്റ് ഡ്രിങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൽഡർ സിസ്റ്ററിന് കുറച്ച് മടിയായിരുന്നു ആദ്യം ഈ ഡ്രിങ്ക് ട്രൈ ചെയ്യാന്. പക്ഷെ ഇളയാള് കുടിച്ചിട്ട് പറഞ്ഞു നല്ല പൊളി സാധനമാണെന്നും പറഞ്ഞ് പിന്നെ രണ്ടുപേരും കുറെ ബക്കറ്റ് അങ്ങ് കുടിക്കുക. അങ്ങനെ 4 പേരും കൂടി കുറച്ചേറെ ബക്കറ്റ് അങ്ങ് അകത്താക്കി. തൊട്ടുമുമ്പ് ബീച്ച്, പിന്നെ ഇവിടെ തകർത്ത് ഡാൻസും. രാത്രി 1 മണിയായപ്പോൾ മൂത്ത സിസ്റ്ററും അവിടെ ബോയ് ഫ്രണ്ടും ക്ഷീണിച്ചു. അതുകൊണ്ട് അവർ തിരിച്ച് ഹോട്ടൽ റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേവർ കുറച്ച് കഴിഞ്ഞ് എത്തിക്കോളാമെന്നും പറഞ്ഞു. പിന്നെയും 1 അവർ കഴിഞ്ഞാണ് ഈ യങ്ങർ സിസ്റ്ററും ബോയ് ഫ്രണ്ടും ഹോട്ടൽ റൂമിലോട്ട് പോകുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യുന്നു. പിറ്റേ ദിവസം ഹൗസ് കീപ്പിങ്ങിന് ഇവരുടെ ഡോറി മെയ്ഡ് വന്ന് കോളിംഗ് ബെൽ അടിച്ചു. പക്ഷേ ഈ ഗേൾസ് റൂം തുറക്കാൻ പോയില്ല. പിന്നെയും നെക്സ്റ്റ് ഡേ മെയ്ഡ് വന്നു, ആരും റൂം തുറന്നില്ല. അങ്ങനെ 3-ാമത്തെ ദിവസവും ഇവർ റൂം തുറക്കുന്നില്ലെന്ന് കണ്ട് മെയ്ഡ് ഹൗസ് കീപ്പിംഗ് എന്നൊക്കെ ലൗഡായിട്ട് പറയുന്നു, നോക്ക് ചെയ്യുന്നു, ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഈ മെയ്ഡ് ഡ്യൂപ്ലിക്കേറ്റ് കീ യൂസ് ചെയ്ത് റൂം തുറന്ന് അകത്തോട്ട് കയറുക. കയറിയതും പേടിച്ച് വിറച്ച് അലച്ചുകൊണ്ട് ഈ മെയ്ഡ് ഇറങ്ങി ഓടി മാനേജറിന്റെ അടുത്തോട്ട് ചെന്നു. മെയ്ഡ് കണ്ട കാഴ്ച പറഞ്ഞപ്പം തന്നെ ഹോട്ടൽ മാനേജർ പോലീസിനെ വിളിച്ചു. അങ്ങനെ പോലീസ് വന്നു. അങ്ങനെ ആ റൂമിൽ 2 സിസ്റ്റേഴ്സും അവരവരുടെ ബെഡിൽ മരിച്ചു കിടക്കുക. ഇവരുടെ 2 പേരുടെയും ബെഡ് ഫുള്ള് വൊമിറ്റ് കിടപ്പുണ്ട്. അതും പോരാൻ ഇവരുടെ ഫിംഗർ നെയിൽസും പിന്നെ ഫേസും ഒക്കെ ഇങ്ങനെ ബ്ലൂയിഷ് കളറിലുമായിട്ടുണ്ട്. റൂമിൽ നിന്ന് സാധനങ്ങളൊന്നും മിസ്സായിട്ടില്ല, അവിടെ ഒന്നും വലിച്ചു വാരി ഇട്ടിട്ടുമില്ല. പിന്നെ ഒരു പിടിവലി ഒന്നും നടന്നതിന്റെ ഒരു ലക്ഷണങ്ങളും ആ മുറിയിലില്ല. അപ്പൊ പുറത്തുനിന്ന് ആരും വന്ന് ഇവരെ കൊന്നതായിട്ട് ആർക്കും തോന്നിയില്ല. പിന്നെ എങ്ങനെയാണ് ഇവർ മരിച്ചതെന്ന് പോലീസ് ഒരു ക്ലൂവും കിട്ടിയില്ല. പിന്നെ ബെഡിലെ വൊമിറ്റ് കണ്ട് പോലീസ് അങ്ങ് അസ്യൂം ചെയ്തു, ഓക്കെ ഇത് പോലീസ് അങ്ങ് വിചാരിച്ചു ഇത് വല്ല ഫുഡ് പോയ്സണിങ്ങും വന്നായിരിക്കാം ഇവര് മരിച്ചതെന്ന്. അപ്പോഴാണ് നമ്മുടെ ഹോട്ടൽ മാനേജർ പറയുന്നത് കഴിഞ്ഞ രാത്രിയിൽ ഇവരുടെ കൂടെ 2 ബോയ്സ് കയറി പോകുന്നത് കണ്ടെന്ന്. അങ്ങനെ പോലീസ് CCTV ഇമേജസ് നോക്കുന്നു. ഇവർ പോയ സമയവും വന്ന സമയവും പിന്നെ ആ ബോയ് ഫ്രണ്ട്സിനെയും എല്ലാം പോലീസിന് കാണാൻ പറ്റി CCTV ഇമേജസിൽ. വെളുപ്പിന് 1 മണിക്ക് ശേഷം എൽഡർ സിസ്റ്ററും ബോയ് ഫ്രണ്ടും കൂടെ ഇങ്ങനെ ആടി ക്ഷീണിച്ച് അവരുടെ മുറിയിലോട്ട് കയറി പോകുന്നു. പിന്നെ 1 മണിക്കൂർ കഴിയുമ്പം യങ്ങർ സിസ്റ്ററും ബോയ് ഫ്രണ്ടും അതേപോലെ വന്ന് ഈ മുറിയിലോട്ട് കയറി പോകുന്നു. പിന്നെ കാണുന്നത് ഏർലി മോർണിംഗ് 6 o'clock ഈ ബോയ്സ് ഈ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ്. പിന്നീട് ഇപ്പൊ ഈ 2 ദിവസം കഴിഞ്ഞാണ് ഇവരുടെ ഡെഡ് ബോഡി ഇപ്പൊ ഈ മുറിയിൽ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ 2 പേരുടെയും ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു. പിന്നീട് 2 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വന്നതിൽ ഏതോ പോയിസൺഡ് അംശമാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ പോലീസ് ഈ ബോയ് ഫ്രണ്ട്സിനെ പറ്റി അന്വേഷിക്കുക. ഈ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവരുടെ ഹോട്ടൽ റൂമിൽ നിന്ന് ചെക്കൗട്ടായി അന്ന് തന്നെ തിരിച്ച് ബ്രസീലിന് പോയി. അതല്ല, അവർ ഓൾറെഡി ബുക്ക് ചെയ്ത ഫ്ലൈറ്റിലാണ് പോയേക്കുന്നത്. അങ്ങനെ ഇന്റർപോളിന്റെ സഹായത്തിൽ തായ്ലൻഡ് പോലീസ് ഈ ബോയ്സിനെ കോൺടാക്ട് ചെയ്യുന്നു. ഈ 2 ലേഡീസ് ഇവിടെ മരിച്ച കാര്യം അറിഞ്ഞ് അവർ രണ്ടുപേരും ഞെട്ടി. കൂട്ടത്തിൽ അവർക്കും വൊമിറ്റിങ്ങും വീക്ക്നെസ്സും പിന്നെ ഫീവർ ഇഷ്യൂ ആയിരുന്നെന്ന് അവർ പോലീസിനെ അറിയിച്ചു. അങ്ങനെ അവരെ സംശയിക്കാനുള്ള പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് പോലീസ് അവരെ അങ്ങ് വിട്ടു. പിന്നീട് അവർ രാത്രി കഴിച്ച ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ആയി പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ. അപ്പൊ അന്നത്തെ ഡിന്നറിൽ ഏതോ വൈൽഡ് മഷ്റൂം ഒക്കെ ഉണ്ടായിരുന്നെന്നും ചിലർക്ക് അത് പിടിക്കാതെ പോകുമെന്നും ചിലപ്പോൾ അതിന്റെ ഫുഡ് പോയ്സണിങ് ആയിരിക്കാമെന്ന് പോലീസ് അസ്യൂം ചെയ്തു. പിന്നെ അന്ന് അവർ കുടിച്ച ആ സ്പെഷ്യൽ ബക്കറ്റ് ഡ്രിങ്കിൽ ഒത്തിരി സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട്, കഫ് സിറപ്പ്, കോള. പിന്നെ പോലീസ് കണ്ടുപിടിച്ചത് ഇവർ കുടിച്ച ആ ബക്കറ്റ് ഡ്രിങ്കിൽ ഡീറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻസെക്ട്സിനെയൊക്കെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു പെസ്റ്റിസൈഡ് ആണ് പോലും അത്. പലരും അവിടെ അത് കോമൺലി യൂസ് ചെയ്യും, പക്ഷെ ചിലരിൽ അത് റിയാക്ഷൻ ഉണ്ടാക്കും. അങ്ങനെ ടായ് പോലീസ് കൺഫേം ചെയ്യുവാണ് ഇവരുടെ മരണത്തിലേക്ക് നയിച്ചത് ഈ ഒരു കെമിക്കലാണ്. വേറൊരു തമാശ, ആ ടൈമില് കാനഡയില് ഇവരുടെ പേരൻസ് ഭയങ്കര വറീഡ് ആയിട്ടിരിക്കുവാണ്.
കാര്യം ഇവരെ കുറെ ദിവസമായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല. എന്നിട്ട് ഹോട്ടൽ റൂമിൽ ഇവർ മരിച്ചു കിടക്കുന്ന വിവരം പോലും പോലീസ് ഇതുവരെ അവരെ അറിയിച്ചിട്ടുമില്ല. പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് പോലീസിന്റെ നിഗമനവും ആയതിനു ശേഷമാണ് ബോഡി എന്താണെങ്കിലും കാനഡയ്ക്ക് അയച്ചു കൊടുക്കണമല്ലോ. ആ സമയത്താണ് ഇവർ പേരൻസിനോട് പറയുന്നത് അവരുടെ മക്കൾ മരിച്ച വിവരം. കേട്ട കാര്യം വിശ്വസിക്കാനാവാതെ ആ പേരൻസ് തളർന്നു. 2 ടൂറിസ്റ്റുകൾ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കാര്യം തായ് പോലീസ് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. കാര്യം ഇത്തരം വാർത്തകൾക്ക് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുത്താൽ അവരുടെ ടൂറിസം ഇൻഡസ്ട്രി അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു കാരണം കണ്ടുപിടിച്ച് പെട്ടെന്ന് അങ്ങ് റാപ്പപ്പ് ചെയ്യുക. കാനഡയിലുള്ള പേരൻസ് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഇവർ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത രീതിയും പിന്നെ കണ്ടുപിടുത്തങ്ങളും. സോ ഒത്തിരി സംശയങ്ങളും ചോദ്യങ്ങളും ബാക്കിയായി. അതുകൊണ്ട് തന്നെ ഈ പേരൻസ് ഇവരുടെ മക്കളുടെ ബോഡി കാനഡയിൽ എത്തിയതിനു ശേഷം വീണ്ടും ഇവിടെ പോസ്റ്റ്മോർട്ടത്തിനായി. വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു മരണകാരണം എക്സാക്റ്റ് തെളിയിക്കാൻ. പക്ഷെ അവരുടെ ബോഡിക്കുള്ളിൽ ചെന്ന് ഡീറ്റിന്റെ അളവ് വെച്ച് അതല്ല മരണകാരണമെന്ന് ഇവിടെ പ്രൂവ് ചെയ്യും. പകരം ഈ വൊമിറ്റിങ്ങും പിന്നെ നെയിൽസും ഫേസും ഒക്കെ ബ്ലൂ കളർ ആയത് ഫോസ്ഫൈൻ എന്ന ഗ്യാസ് ഇൻഹെയിൽ ചെയ്തുകൊണ്ടാണെന്നാണ് കണ്ടുപിടിച്ചത്. ഫോസ്ഫൈൻ ഇൻഹെയിൽ ചെയ്ത് ബോഡിയിലുള്ള ഓക്സിജൻ സപ്ലൈയെ ബാധിച്ചു. അങ്ങനെ ഓക്സിജന്റെ അളവ് കുറഞ്ഞാണ് ഇവർ രണ്ടുപേരും മരിക്കുന്നതെന്നാണ് തെളിയിച്ചത്. പിന്നീടുള്ള അന്വേഷണങ്ങളിൽ മനസ്സിലാക്കിയ സത്യം അങ്ങനെ അധികം ആരും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളായിരുന്നു. പണ്ടൊക്കെ ചില ഏഷ്യൻ ഹോട്ടലുകളിൽ ബെഡ് ബഗ്സ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഷീറ്റിലും ബെഡിലും ഒക്കെ നേരിട്ട് ഒരു പെസ്റ്റിസൈഡ് സ്പ്രേ ചെയ്യുമായിരുന്നു. ആ പെസ്റ്റിസൈഡിലുള്ളതാണ് ഈ ഫോസ്ഫൈൻ ഗ്യാസ്. ചിലരുടെ ബോഡി അത് ഇൻഹെയിൽ ചെയ്ത് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് മരണം സംഭവിക്കും. 2009 തൊട്ട് 2012 വരെയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ തായ്ലൻഡിൽ കുറെ ടൂറിസ്റ്റുകൾ മരണപ്പെട്ടു. പല രാജ്യക്കാരുണ്ട് ആ കൂട്ടത്തിൽ. അവരുടെയൊക്കെ കേസ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഗ്യാസ് ഇൻഹെയിൽ ചെയ്തുകൊണ്ടാണ് മരണം സംഭവിച്ചതെന്ന് പിന്നീട് കണ്ടുപിടിച്ചു. എന്തൊക്കെ കാരണങ്ങളാണ് മരിക്കാൻ അല്ലേ? ഈ മരിച്ചവരുടെ ഒക്കെ പേരൻസിന് നല്ല പാടായിരുന്നു. ഇങ്ങനൊരു ഗ്യാസ് കാരണമാണ് തങ്ങളുടെ മക്കൾ മരിച്ചതെന്ന് അറിഞ്ഞപ്പോൾ സ്വന്തം മക്കളുടെ നഷ്ടം എന്നോട് തീരാ ദുഃഖമായിട്ട് അവരുടെ ഉടനെ നടന്ന ഒരു ദാരുണമായ സംഭവമാണ്. ഇവിടെ 30 വർഷമായിട്ട് ഈ ഗാർബേജ് ട്രക്ക് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ സ്വന്തം ഗാർബേജ് ട്രക്ക് ദേഹത്തൂടെ കയറി മരിച്ച ഒരു സംഭവം. ഈ ഗാർബേജ് ട്രക്ക് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് പുള്ളി ഗാർബേജ് എടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പൊ നോക്കിയപ്പം ഈ ട്രക്ക് മുമ്പോട്ട് നീങ്ങുന്ന കണ്ട് പുള്ളി പാരലലി ഓടുക. അവിടെ എല്ലാം സ്നോ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഈ സ്നോയിൽ അങ്ങ് മറിഞ്ഞു. അങ്ങനെ വണ്ടി കയറി പോവാണ്. അങ്ങനെ പുള്ളിയുടെ ദേഹത്തൂടെ ആ വണ്ടി കയറി ഇറങ്ങിയാ മരിക്കുന്നത്. ഇത്ര ദാരുണമായ സംഭവമാണ് അല്ലേ? നമ്മൾ 30 വർഷമായിട്ട് ഓടിക്കുന്ന വണ്ടി, 30 വർഷമായിട്ട് ചെയ്യുന്ന ജോലി, നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്യാത്തൊരു മരണം അല്ലേ? കുറച്ചു പേരൊക്കെ അറിഞ്ഞ സംഭവമായിരിക്കും ഇത്. എന്നാലും കുറെ പേരുണ്ടാവുമല്ലോ ഇതുവരെ ഇതൊന്നും അറിയാത്തവര്. അവർക്ക് വേണ്ടി ഞാൻ അറിഞ്ഞൊരു സംഭവം ഷെയർ ചെയ്തേ ഉള്ളൂ. ഇനി വീണ്ടും നമുക്ക് വേറൊരു